ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ കിച്ചൺ. അവർ കിച്ചണിൽ നമ്മളിന്ന് മട്ടൺ ചോപ്സ് ആണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് മട്ടൺ ചോപ്സ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മട്ടൺ ചോപ്സ് എന്ന് പറയുമ്പോൾ അതിൽ കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും ഒക്കെ വളരെ റിച്ചായിട്ടുള്ള എരിവും പിന്നെ അതേമാതിരി തന്നെ വെളിച്ചെണ്ണയുടെ സ്വാദൊക്കെ ഉള്ള ഒരു പ്രത്യേക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ കറിയാണ് മട്ടൺ ചോപ്സ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അത് ഞാനിവിടെ മട്ടൺ 1 kg മട്ടനാണ് യൂസ് ചെയ്യുന്നത്. ഈ 1 kg മട്ടൻ ഞാൻ കുറച്ച് ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് കുക്കറിലിട്ടിട്ട് മട്ടൻ നന്നായിട്ട് വേവിച്ച് വെച്ചതാണ്. ഇത് നേരത്തെ വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോപ്സ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ചോപ്സിൽ വെള്ളം ഉണ്ടാവില്ല. ഉള്ളിയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. 1 കിലോ മട്ടന് നമ്മൾ 1 കിലോ ഉള്ളി ഉപയോഗിക്കും. 1 കിലോ ഉള്ളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 1 കിലോ ഉള്ളി തന്നെ യൂസ് ചെയ്യണം, അപ്പോഴേ അതിൻ്റെ സ്വാദ് ഉണ്ടാവുള്ളൂ. അതേമാതിരി 200 ഗ്രാം കോക്കനട്ട് ഓയിൽ. 200 ഗ്രാം കോക്കനട്ട് ഓയിൽ ആദ്യം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി 1 കിലോ ഉള്ളി ചൂടായതിന് ശേഷം നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഈ 1 കിലോ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് തന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളി നല്ല നീളത്തിൽ നൈസായിട്ട് അരിഞ്ഞതാണ്. അതും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ഇഞ്ചി ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി, അതല്ലെങ്കിൽ നീളത്തിൽ അരിഞ്ഞത് ഒരു നിറച്ചൊരു ടേബിൾ സ്പൂൺ അങ്ങനെയായാലും കണക്കാക്കാം. അതും ഇതിൽ ഇട്ട് കൊടുക്കാം. ഇനി ഈ ഉള്ളി നന്നായിട്ട് ഉള്ളിയിലൊക്കെ വെള്ളം ഉണ്ടാവും, അതൊക്കെ പോയി ഈ വെളിച്ചെണ്ണയായിട്ട് മിക്സ് ചെയ്ത് വെളുത്തുള്ളി ഇഞ്ചിയും വലിയ ഉള്ളിയും കൂടെ നന്നായിട്ട് വഴണ്ട് വന്ന് ഇതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരണം. അപ്പോഴേക്കും ഇതിൻ്റെ ക്വാണ്ടിറ്റിയും കുറയും. ഈ വഴറ്റുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പ് മട്ടനിൽ വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഉപ്പ് നമുക്കതിൽ കുറച്ച് ഇതിലിട്ട് കൊടുക്കാം. പിന്നെ കറി ആയതിന് ശേഷം പോരായി ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് വീണ്ടും ഉപ്പിട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഉള്ളി വഴണ്ടോട്ടെ. നമ്മളുടെ ഈ സവാള നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. നമുക്ക് ഇനിയിലേക്ക് പച്ചമുളക് ഒരു 15 പച്ചമുളക് ഉണ്ട്, ഇതിലിട്ട് കൊടുക്കാം. എന്നിട്ട് പച്ചമുളകും കൂടെ അതിൻ്റെ കൂടി വഴലണം. അതുപോലെ തക്കാളി ഉണ്ട്, 2 തക്കാളിയാണ്. ഇടത്തരം തക്കാളി 2 എണ്ണം, അത് മതി. തക്കാളി ഒരുപാട് വേണ്ട. സാധാരണ സവാളയാണ് പ്രധാനം. പക്ഷെ നമുക്കിതിൽ 2 തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി തക്കാളി ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. തക്കാളി സാധാരണ പഴയ കാലത്തുണ്ടായിരുന്ന ചോപ്സിലൊന്നും തക്കാളി ഇടില്ല, ഉള്ളിയാണ് പ്രധാനം. നമുക്കിപ്പോൾ ചെറിയൊരു പുളിയും കൂടെ വരാൻ വേണ്ടിയിട്ട് ഞാനിതിൽ 2 തക്കാളിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഈ പച്ചമുളകും തക്കാളിയും കൂടെ ഈ ഉള്ളിയിൽ കിടന്ന് നന്നായിട്ട് വഴണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള പൊടി ഐറ്റംസ് എല്ലാം ചേർക്കണം. ചോപ്സിൽ പിന്നെ സവോളയും പച്ചമുളകും തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ടിട്ടാണ് മട്ടൻ വേവിച്ചത്. ഈ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. ടോട്ടൽ നമ്മൾ 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അതിലൊന്ന് അതിലിട്ട് കൊടുത്തു, ഒന്ന് ഇതിലിട്ടു. അതിന് ശേഷം കുരുമുളക് പൊടി, പച്ചമുളകും കുരുമുളകുമാണ് ഇതിൽ ആകെയുള്ള സ്പൈസസ്. അത് നമ്മൾ 15 പച്ചമുളക് ഇട്ടു. ഇനി നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കുരുമുളകും കൂടെ അതിൻ്റെ കൂടത്തിൽ മിക്സ് ആവാൻ തക്കോണം ഇളക്കി കൊടുക്കാം. ശേഷം നമുക്കിതിലൊരു 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഇതിലിട്ട് കൊടുക്കാം. അതും കൂടി ഇതിനോട് മിക്സ് ചെയ്തു. ഇനി കുരുമുളകും പച്ചമുളകും തക്കാളി ഉള്ളി എല്ലാം കൂടെയുള്ള ഒരു വഴറ്റാണ്. അത് നന്നായിട്ട് വഴലണം. ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് ഒക്കെ നന്നായി മൂത്ത് വരികയാണ് വേണ്ടത്. കുറച്ച് നേരം നമുക്കിത് നന്നായിട്ട് വഴറ്റാം. ഇപ്പം കുരുമുളകും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നമ്മൾ കുറച്ച് നേരം ഇതിൽ വഴറ്റി ഒരു 3-4 മിനിറ്റ് നേരം ജസ്റ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തു. ഇനി നമുക്കിതിൽ വേവിച്ച് വെച്ച മട്ടൻ ചേർത്ത് കൊടുക്കാം. മട്ടൻ നമ്മൾ തീരെ വെള്ളമില്ലാതെ വറ്റിച്ചെടുത്തതാണ്.
ഈ മട്ടനിലേക്ക് ഈ കുരുമുളകും ഉള്ളിയും ഇതെല്ലാം പിടിച്ചെടുക്കും. കുറച്ച് നേരം നമ്മളിതിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ തന്നെ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഇതിലുള്ള എല്ലാ വെള്ളവും വറ്റി വെറും വെളിച്ചെണ്ണയും സവാളയും അതുപോലെ ഇത് മാത്രമായിട്ട് നിൽക്കും. അങ്ങനെ നമ്മളെ മട്ടൻ ചോപ്സ് ഏകദേശം ശരിയായിട്ടുണ്ട്. ഇനി നമുക്കൊരു സർവിങ് ബൗളിലേക്ക് ഓയിൽ കൂടാതെ വിളമ്പിയെടുക്കാം. അതിന് മുമ്പ് ആദ്യം നമുക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കരിവേപ്പില ഇട്ട് നന്നായി ഇളക്കി. അപ്പം മല്ലിയില നമ്മളൊരു കപ്പ് മല്ലിയില ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം അതിൽ കുറച്ച് മല്ലിയില നമുക്കിപ്പോൾ ഇട്ട് കൊടുക്കാം. ബാക്കി നമ്മൾ സെർവ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് നന്നായിട്ട് ഇളക്കി. അപ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല കരിവേപ്പിലേൻ്റെയും മല്ലിയിലയുടെയും പച്ച കളറും എന്താ പറയുക കുരുമുളകിൻ്റെയും ഉള്ളി വഴണ്ടി വന്നതിൻ്റെയൊക്കെ ആയിട്ടുള്ള നല്ല നല്ല കളറുമാണ്. അതുപോലെ നല്ല ടേസ്റ്റിൻ്റെ മണമാണ് ഇപ്പോൾ വരുന്നത്. നമ്മളിത് ഓഫ് ചെയ്തു. ഇനി നമുക്കിതിലെ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇതിൽ എണ്ണ അധികം വരാതെ നമുക്കിത് സെർവ് ചെയ്യാം. കാരണം ഇതിൽ നല്ലോണം വെളിച്ചെണ്ണയുണ്ട്. വെളിച്ചെണ്ണ അടിയിൽ കിടക്കും. നമുക്ക് വേണ്ട കറി മാത്രം നമുക്ക് കൊണ്ട് വിളമ്പിയെടുക്കാം. ആക്ച്വലി ഈ കറി വളരെ റിച്ചാണ്. കാരണം മട്ടൻ എന്ന് പറയുന്നത് തന്നെ ഒരു എന്താ പറയുക നല്ലോണം കൊളസ്ട്രോളൊക്കെ ഉള്ളൊരു സാധനമാണ്. പിന്നെ വെളിച്ചെണ്ണയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. എങ്കിലും വല്ലപ്പോഴൊക്കെ ഇതുപോലത്തെ ഒരു ടേസ്റ്റി ആയിട്ടുള്ള കറി നമുക്ക് കുറച്ച് റിച്ചായിട്ട് തന്നെ കഴിക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില തൂവാം. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എരിവ് ഉപ്പ് ഞാൻ എല്ലാ കറികളുണ്ടാക്കുമ്പോഴും പറയുന്നതാണ്. എരിവ് ഉപ്പ് പിന്നെ ഇതിൽ ചേർക്കുന്ന ഐറ്റംസൊക്കെ ഓരോരുത്തർക്കും അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നതൊക്കെ എൻ്റെ ഒരു ഇതിലുള്ള ഒരു അളവുകളാണ്. അപ്പോൾ അതിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോൾ നമ്മളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് അത് മാറുകയും ചെയ്യും.